Dear students, welcome back. കഴിഞ്ഞ ക്ലാസ്സിൽ ചാർജിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ വസ്തുക്കളെ ചാർജ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്? സമ്മറി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് there are two types of charges, positive and negative. Second property, like charges repel and unlike charges attract each other. Third property, charges are additive in nature. അവയെ നമുക്ക് ആഡ് ചെയ്തെടുക്കാം. Fourth is charges are conserved. Total charges a constant എന്ന് നമ്മൾ പഠിച്ചു. അഞ്ചാമതായി ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ്. ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജിനെ നമുക്ക് ഡിസ്ക്രീറ്റ് എമൗണ്ടിന്റെ പേരിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഫണ്ടമെന്റൽ ചാർജിന്റെ പേരിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നും. ആറാമതായിട്ട് ചാർജസ് ആർ റിലേറ്റിവിറ്റിക്കലി ഇൻവേരിയന്റ് ആണെന്നും പഠിച്ചു. ദീസ് ആർ ദ മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. അടുത്തതായിട്ട് മെത്തേഡ്സ് ഓഫ് ചാർജിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ് ദ മെത്തേഡ്സ് ഓഫ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ചാർജിങ്? ഒന്നാമതായിട്ട് ഫ്രിക്ഷൻ മൂലം നമുക്ക് മെറ്റീരിയൽസിനെ ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. ബൈ ദ മെത്തേഡ് ഓഫ് ഫ്രിക്ഷൻ. എങ്ങനെയാണ് ഫ്രിക്ഷൻ മൂലം ചാർജ് ചെയ്യുക? പരസ്പരം രണ്ട് വസ്തുക്കളെ പരസ്പരം ഉരസുമ്പോൾ ചാർജ് ചെയ്യാമെന്ന് പഠിച്ചു. ഒരു വസ്തുവിൽ നിന്നും നഷ്ടപ്പെടുന്ന ഇലക്ട്രോണുകൾ മറ്റൊരു വസ്തുവിൽ കിട്ടുന്നു. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തുവിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ കിട്ടുന്ന വസ്തുവിന് നെഗറ്റീവ് ചാർജ് ആവും. അതായത് ഈ ഫ്രിക്ഷണൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസിനെ ചാർജ് ചെയ്യാം, കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസിനെ പറ്റില്ല. രണ്ടാമത്തെ മെത്തേഡാണ് ബൈ കണ്ടക്ഷൻ. കണ്ടക്ഷൻ മീൻസ് കോണ്ടാക്റ്റിലൂടെ ഒരു കണ്ടക്റ്റിംഗ് ബോഡിയിൽ ചാർജ്ഡ് ബോഡി ടച്ച് ചെയ്താൽ by the method of contact we can charge a body. മൂന്നാമതായിട്ട് by induction. ഇൻഡക്ഷൻ മൂലവും നമുക്ക് ഒരു വസ്തുവിനെ ചാർജ് ചെയ്യാൻ സാധിക്കും. കണ്ടക്ഷനും ഇൻഡക്ഷനും മെറ്റൽസിനും ഫ്രിക്ഷണൽ മെത്തേഡ് നോൺ കണ്ടക്ടേഴ്സ് അതായത് ഇൻസുലേറ്റേഴ്സ് ഡൈഇലക്ട്രിക്സിന് ഉപയോഗിക്കുന്നതാണ്. ഇനി ഈ ചാർജുകൾക്കിടയിൽ എന്തൊക്കെ സംഭവിക്കാം? അതായത് രണ്ട് ചാർജുകൾ അടുത്തടുത്ത് വരുമ്പോൾ, രണ്ട് പോസിറ്റീവ് ചാർജുകൾ അടുത്തടുത്ത് വന്നാൽ എന്ത് സംഭവിക്കും? നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്. അവ റിപ്പൽ ചെയ്യും. രണ്ട് നെഗറ്റീവ് ചാർജുകൾ അടുത്തടുത്ത് വന്നാലോ അവയും റിപ്പൽ ചെയ്യും. അതായത് ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്തോ എന്ന് പഠിച്ചു. ഇനി ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും തമ്മിൽ അടുത്തടുത്ത് വന്നാലോ അവ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ അട്രാക്ഷൻ എന്നും റിപ്പൽഷൻ എന്നും പറഞ്ഞാൽ എന്താ അർത്ഥം? അട്രാക്ഷൻ, റിപ്പൽഷൻ ഇവയെ നമ്മൾ ഫിസിക്സിന്റെ ടേംസിൽ പറയുമ്പോൾ ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഫോഴ്സിന്റെ പേരിലാണ് ഈ അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ചാർജുകൾ തമ്മിൽ ഇന്ററാക്ഷൻ നടത്തുമ്പോൾ അവയ്ക്കിടയിൽ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാകുന്നു. അതെന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണ്, ചാർജുകൾക്കിടയിലുള്ള ഒരു ഫോഴ്സ്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാവാം. ഒന്നുകിൽ അട്രാക്ഷൻ ആവാം അല്ലെങ്കിൽ റിപ്പൽഷൻ ആവാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി ചാർജസ്. ഈ ചാർജുകളുടെ നേച്ചർ പോസിറ്റീവ് ചാർജുകളാണ് അല്ലെങ്കിൽ ലൈക്ക് ചാർജുകളാണ് എങ്കിൽ അവ റിപ്പൽ ചെയ്യുകയും അൺലൈക്ക് ചാർജുകളാണെങ്കിൽ അവ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ഇവയെ പറ്റി പറയുന്ന കാര്യങ്ങളാണ് ചാൾസ് അഗസ്റ്റിൻ ഡി കൂളംബ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് അതിനെ ഒരു ലോ ആയിട്ട് ക്രോഡീകരിച്ചിട്ടുണ്ട്. അതിനെ കൂളംസ് ലോ എന്ന് പറയും. അപ്പൊ എന്താണ് കൂളംസ് ലോ എന്ന് പറയുന്നത്? കൂളംസ് ലോ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൂളംസ് ലോ ഇറ്റ് says about the force of attraction or repulsion between two charges. രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സുകളെ പറ്റി പറയുന്ന ലോയാണ് എന്ത്? കൂളംസ് ലോ. അപ്പോൾ കൂളംസ് ലോ ഉപയോഗിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിനെ പറ്റി പറയാനാണ്. ആ ഫോഴ്സ് എന്തൊക്കെയാവാം? അട്രാക്റ്റീവ് ഫോഴ്സ് ആവാം അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആവാം. Let us consider 2 point charges Q1, Q2. ഇവ 6 അകലത്തിൽ ഇരിക്കുകയാണ്. Let us consider 2 point charges Q1 and Q2 separated by a distance of R. ഇപ്പോൾ ഈ
ചാർജുകൾക്കിടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും അല്ലേ? അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകും അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി ചാർജസ്, either അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. രണ്ട് പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൾഷൻ, രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ്. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റി പറയുന്ന ലോയാണ് എന്തെന്ന് നമ്മൾ പറഞ്ഞത്? കൂളോംസ് ലോ. കൂളോംസ് ലോ. ഈ കൂളോംസ് ലോ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് ഒന്നാമത് പറയുന്നത് ഫോഴ്സ് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. The force may be attractive or repulsive. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ്, ഫസ്റ്റ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് Q1, സെക്കൻഡ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് Q2. സൈൻ എടുക്കുന്നില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം. അവയുടെ പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്താണ്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് റിപ്പൾഷൻ between the 2 point charges is directly proportional to the product of the 2 charges. That is F proportional to Q1, Q2 എന്ന് എഴുതാം മാത്തമാറ്റിക്കലി. രണ്ടാമതായി പറയുന്നത് the force is inversely proportional to. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ 1 by ഇട്ടാണ് ചെയ്യുന്നത്. പ്രൊപ്പോർഷണൽ ടു 1 by ഇട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു square of the distance between the 2 charges, r square. The force is inversely proportional to square of the distance between the 2 charges. Coulomb's law statement എന്താണ്? The force of attraction or repulsion between 2 point charges is directly proportional to the product of magnitudes of the 2 charges and inversely proportional to square of the distance between the 2 charges. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടി ഒന്ന് കമ്പൈൻ ചെയ്താലോ? Combining these two equations we get F proportional to Q1 Q2 by R square എന്ന് എഴുതാം അല്ലേ? ഇതാണ് കൂളംസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം. F proportional Q1 Q2 by R square. The force of attraction or repulsion between 2 point charges is directly proportional to the product of the 2 charges and inversely proportional to square of the distance between them. ഇതുപോലെ എന്തെങ്കിലും ഒരു ലോ നമ്മൾ നേരത്തെ കേട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് +1 ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ലെസൺ പഠിച്ചപ്പോഴേ അവിടെ ഒരു ലോ ഇതുപോലെ ഇതുമായി സാമ്യമുള്ള ഒരു ലോ പഠിച്ചു, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അത് രണ്ട് പോയിന്റ് മാസുകൾക്കിടയിലുള്ള ഫോഴ്സ് ആയിരുന്നു, ഫോഴ്സിനെ പറ്റിയായിരുന്നു. M1 എന്നും M2 എന്നും പറയുന്ന രണ്ട് മാസുകൾ ആർ അകലത്തിലിരുന്നാൽ അവയ്ക്കിടയിലുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അട്രാക്റ്റീവ് ആയിരിക്കും എപ്പോഴും. വസ്തുക്കൾ എല്ലായ്പ്പോഴും പരസ്പരം അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ is directly proportional to product of the 2 masses and inversely proportional to square of the distance between them എന്ന് പറഞ്ഞ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചു. അതുമായിട്ട് സിമിലർ ആണ് ഇവിടെ കൂളംസ് ലോ. ഇവിടെ ഒരു പ്രധാന വ്യത്യാസം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ബട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഇറ്റ് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഒരു ഈക്വൽ സൈൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ലോയ്ക്കകത്താണെങ്കിൽ ആ കോൺസ്റ്റന്റ് നമ്മൾ G എന്നാണ് എടുത്തിരുന്നത്. G M1 M2 by R square എന്ന് വരും. ഈ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്നാണ്. അതുപോലെ ഇവിടെ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ ഈക്വൽ സൈൻ ആക്കുമ്പോൾ എന്ത് വരും? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ K എന്ന് വിളിക്കുന്നു. K × Q1
Q2/r² എന്ന് വരും. അപ്പോൾ ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന K, കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയുടെ വാല്യൂവിനെ കുറിച്ച് നമ്മൾ കുറച്ചേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. ഈ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത്, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε എന്നാണ്. ഈ കോൺസ്റ്റന്റിനെ പറ്റി നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. എപ്സിലോൺ, ഇത് വായിക്കുന്നത് ഇങ്ങനെയാണ്, എപ്സിലോൺ. ഇതൊരു ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. ഇങ്ങനെ എഴുതി വായിക്കുകയല്ല വേണ്ടുന്നത്. ഈ സിമ്പൽ കാണുമ്പോൾ അതിനെ നമ്മൾ വായിക്കുന്നത് എപ്സിലോൺ എന്നാണ്. അതായത് ഗ്രീക്ക് ആൽഫബറ്റ്സ് പഠിച്ചിട്ടുണ്ടല്ലോ, ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, തീറ്റ, ഇങ്ങനെ ലാംഡ, ഇതുപോലെ ഗ്രീക്ക് ആൽഫബറ്റ്സ് ഏറെയുണ്ട്. ഈ ഗ്രീക്ക് ആൽഫബറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കൂടുതലും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ആൽഫബറ്റാണ് എപ്സിലോൺ എന്ന് പറയുന്നത്. ഈ എപ്സിലോൺ എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ പറ്റി പറയാനാണ്. പെർമിറ്റിവിറ്റി, ഇത് ആ മീഡിയത്തിന്റെ, ഏത് മീഡിയത്തിലാണോ ഈ ചാർജുകൾ വെച്ചിരിക്കുന്നത് ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. എന്താണ് പെർമിറ്റിവിറ്റി? പെർമിറ്റ് ചെയ്യുക, അതായത് ഈ ചാർജുകളെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് എത്രയാണോ ആ മീഡിയത്തിന് എന്ന് കാണിക്കുന്ന വാക്കാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി നമുക്ക് ഇങ്ങനെ പറയാം: ഒരു മീഡിയത്തിന് ചാർജിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ള ആ എബിലിറ്റി, അതിനെ കാണിക്കുന്ന കോൺസ്റ്റന്റ് ആണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ എപ്സിലോണിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട് പെർമിറ്റിവിറ്റികളുടെ പ്രോഡക്റ്റ് ആയിട്ടാണ്. അതിനെ എപ്സിലോൺ 0 എന്നും എപ്സിലോൺ r എന്നും പറയും. എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ r, ഇവയുടെ പ്രോഡക്റ്റ് ആയിട്ടാണ് മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്സിലോൺ 0 എന്താണ്? അതെന്ന് പറയുന്നത് ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിയാണ്. ഫ്രീ സ്പേസ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒന്നുമില്ലാത്ത അവസ്ഥ. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് എന്തെന്ന് പറയുന്നത്, എപ്സിലോൺ 0 എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8.854 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. 8.854 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നതാണ് എപ്സിലോൺ 0യുടെ വാല്യൂ. ഇനിയും എപ്സിലോൺ r എന്ന് പറയുന്നതിനെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയും. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താണ്? എപ്സിലോൺ r റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതായത് ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നതോടുകൂടി റിലേറ്റീവായിട്ട് പറയുന്നതാണ്. ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയെ ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന ഒരു വാക്കാണ്, ഒരു ഫിസിക്കൽ ടേമാണ് എപ്സിലോൺ r, അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് വേറൊരു പേര് കൂടി വിളിക്കും, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന്. അതുകൂടി ഓർത്തിരിക്കണം. റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഇനി റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് മീഡിയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതായത് ഏത് മീഡിയത്തിലാണ് ഈ ചാർജുകൾ ഇരിക്കുന്നത് അതനുസരിച്ചിട്ട് എപ്സിലോൺ ആറിന്റെ വാല്യൂ മാറും. എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഫ്രീ സ്പേസ് ഓർ വാക്വം, ഈ മൂന്ന് ഭാഗങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ എപ്സിലോൺ ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഫോർ എയർ, ഫ്രീ സ്പേസ് ആൻഡ് വാക്വം, the value of epsilon r is calculated as 1. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ കോൺസ്റ്റന്റിനെ പറ്റി അറിഞ്ഞിരിക്കണം. നമുക്കൊന്നുകൂടി നോക്കാം എന്തൊക്കെയാണ് കൂളംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്, ബാക്കി കാര്യങ്ങളെല്ലാം. എന്താണ് കൂളംസ് ലോ എന്ന് പറയുന്നത്? The force of attraction or repulsion between 2 point charges is
directly proportional to product of magnitudes of the two charges and inversely proportional to square of the distance between the two charges. Mathematically we can write F proportional Q1 into Q2 or F proportional to 1 by R square. Combining these two we get F proportional Q1 Q2 by R square. ഈ proportionality sign equal sign ആക്കി മാറ്റുന്നു. അപ്പോൾ F equals K Q1 Q2 by R square. And the value of K is 1 by 4 pi epsilon, where epsilon is the permittivity of the medium. And epsilon is calculated as the product of epsilon 0 and epsilon r. Epsilon is epsilon 0 into epsilon r, where epsilon 0 is the permittivity of free space. ഇതിനെ വേറൊരു പേര് കൂടി പറയും absolute permittivity എന്ന് വിളിക്കും. Epsilon 0 value എന്ന് പറയുന്നത് it is equal to 8.854 into 10 raised to minus 12 coulomb square per Newton per meter square. Epsilon r is known as the relative permittivity or dielectric constant. For air or free space or vacuum, the value of epsilon r is 1. അപ്പോൾ Coulomb's law F equals K into Q1 Q2 by R square. K ക്ക് വാല്യൂ കൊടുക്കുക. F is equal to K ക്ക് പകരം 1 by 4 pi epsilon into Q1 Q2 by R square എന്ന് എഴുതാം. അപ്പോൾ എപ്സിലോണിന്റെ വാല്യൂ എന്താണ്? Epsilon 0 into epsilon r. Therefore the equation becomes F equals 1 by 4 pi epsilon 0 epsilon r into Q1 Q2 by R square. This is the force between two charges in a medium. Therefore, F medium equals 1 by 4 pi epsilon 0 epsilon r Q1 Q2 by R square. ഇനിയും ഈ മീഡിയം എന്ന് പറയുന്നത് എയർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു 1 ആണ്. Therefore, F equals 1 by 4 pi epsilon 0 into epsilon r ന് പകരം 1 into Q1 Q2 by R square. That is F air is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square. This is the equation for force between two charges placed in air. ഇനി F air നമ്മൾ കണ്ടു, F medium കണ്ടു. ഇനി F air divided by F medium. അതായത് ഈ രണ്ട് ഇക്വേഷനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ലെഫ്റ്റ് സൈഡുകളെ തമ്മിൽ ഡിവൈഡ് ചെയ്യുക, റൈറ്റ് സൈഡുകളെ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. എങ്ങനെ വരുമെന്ന് നോക്കാം. F air divided by F medium. അപ്പോൾ റൈറ്റ് സൈഡുകളെ തമ്മിൽ ഇടുക. F airന്റെ റൈറ്റ് സൈഡ് വാല്യൂ 1 by 4 pi epsilon 0 Q1 Q2 by R square, the whole divided by F mediaത്തിന്റെ വാല്യൂ 1 by 4 pi epsilon 0 epsilon r into Q1 Q2 by R square. അപ്പോൾ നോക്കിക്കേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും Q1 Q2 by R square ഇവിടെയുണ്ട്, Q1 Q2 by R square ക്യാൻസൽ ചെയ്യുക. 1 by 4 pi epsilon 0 ഇവിടെയുണ്ട്, 1 by 4 pi epsilon 0 ഇവിടെയുണ്ട്. ബാക്കി ഇവിടെ എന്താണ് ഇനിയുള്ളത്? എപ്സിലോൺ ആർ 1 by epsilon r ഡിനോമിനേറ്ററിൽ. അപ്പോൾ എന്ത് വരും ഇവിടെ? 1 ഡിവൈഡഡ് ബൈ, ഇവിടെ 1 ഡിവൈഡഡ് ബൈ, ബാക്കി ഇതെന്ന് പറയുന്നത് 1 by 4 pi epsilon 0 epsilon r അല്ലേ? അപ്പോൾ 1 by epsilon r ഇവിടെ ബാക്കി വരും. അപ്പം 1 by epsilon r എന്ന് പറയുമ്പോഴോ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതങ്ങ് മുകളിൽ പോകും. അതായത് എപ്സിലോൺ ആർ എന്ന് ഉത്തരം കിട്ടും. F air by F medium is equal to
എപ്സിലോൺ ആർ. എഫ് എയർ ബൈ എഫ് മീഡിയം ഈസ് എപ്സിലോൺ ആർ. അപ്പോൾ എവിടെ ഇരിക്കുമ്പോഴാണ് ഫോഴ്സ് കൂടുതൽ അനുഭവപ്പെടുന്നത്? എയറിൽ ഇരിക്കുമ്പോൾ. അതായത് എഫ് എയർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്സിലോൺ ആർ ഇൻറ്റു എഫ് മീഡിയം എന്ന് വരും. അതായത് ഒരു മീഡിയത്തിലിരിക്കുമ്പോഴുള്ള ഫോഴ്സിനെ എപ്സിലോൺ ആർ കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുമോ അത്രയും വാല്യൂ കൂടുതലായിരിക്കും എയറിലിരിക്കുമ്പോൾ. എയറിലാണ് രണ്ട് ചാർജുകൾ എയറിലിരിക്കുമ്പോഴാണ് ഫോഴ്സ് കൂടുതൽ അനുഭവപ്പെടുന്നത്. ഇനിയും എപ്സിലോൺ ആറിൻ്റെ വാല്യൂവിനെ പറ്റി നമുക്ക് നോക്കാം. അതിൻ്റെ യൂണിറ്റ് എന്ത് വരും? യൂണിറ്റ് ഓഫ് എപ്സിലോൺ ആർ, ഫോഴ്സ് ഇൻ എയർ, ഫോഴ്സ് എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഫോഴ്സ് ഇൻ മീഡിയം, അതും ഒരു ഫോഴ്സാണ്, യൂണിറ്റ് ന്യൂട്ടൺ. രണ്ടും സെയിം ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. അതായത് എപ്സിലോൺ ആർ യൂണിറ്റ് എന്ന് പറയുന്നത് അതിന് യൂണിറ്റ് ഇല്ല. എപ്സിലോൺ ആർ ഹാസ് നോ യൂണിറ്റ്. എന്തുകൊണ്ടാണ് എപ്സിലോൺ ആറിന് യൂണിറ്റ് ഇല്ലാത്തത്? റേഷ്യോ സിമിലർ ക്വാണ്ടിറ്റീസ്, ഫോഴ്സിന്റെയും റേഷ്യോ ആണ്. അതുകൊണ്ട് എപ്സിലോൺ ആറിന് യൂണിറ്റ് ഇല്ല. യൂണിറ്റ് ഇല്ലാത്തത് കൊണ്ട് എന്ത് തന്നെ? ഡയമെൻഷനും ഇല്ല. ഇറ്റ് ഹാസ് നോ ഡയമെൻഷൻ ഓൾസോ. എപ്സിലോൺ ആറിന് ഡയമെൻഷൻ ഇല്ല. പക്ഷെ എപ്സിലോൺ സീറോയ്ക്ക് യൂണിറ്റ് ഉണ്ടോ? ഇല്ലെന്ന് പെട്ടെന്ന് കയറി പറയാൻ വരട്ടെ. എപ്സിലോൺ സീറോയ്ക്ക് യൂണിറ്റ് ഉണ്ട്. അതായത് ഫോഴ്സ് ഇൻ എയർ, ഇതിൽ നിന്നും നമുക്ക് എപ്സിലോൺ സീറോയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഈ എപ്സിലോൺ സീറോ ഇങ്ങ് മാറ്റിയ ഈ എഫ് എയർ ഇങ്ങ് വന്നാൽ പോരെ. അപ്പോൾ നമുക്ക് എപ്സിലോൺ സീറോയുടെ വാല്യൂ കിട്ടും. എപ്സിലോൺ സീറോ ഈക്വൽ ടു 1/4 പൈ എഫ് എയർ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ വരും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് നോക്കാം. 1/4 പൈ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എന്ത് വരും? മേളിൽ ചാർജ്, ഒരു Q1ന്റെ ചാർജ് കൂളമ്പ്, Q2ന്റെ ചാർജ് കൂളമ്പ്, ഡിവൈഡ് ബൈ 4 പൈ കോൺസ്റ്റന്റ് എഫ് എയർ, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആറിന്റെ യൂണിറ്റ് മീറ്റർ, ആർ സ്ക്വയർ ആയതുകൊണ്ട് മീറ്റർ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? എപ്സിലോൺ സീറോയുടെ യൂണിറ്റ് കൂളംബ് ഇൻറ്റു കൂളംബ് ഈസ് കൂളംബ് സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കൂളംബ് സ്ക്വയർ, ന്യൂട്ടൺ അങ്ങ് മേളിൽ പോകുമ്പോൾ n⁻⁻1, എം സ്ക്വയർ മേളിൽ ചെല്ലുമ്പോൾ m⁻². അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബ് സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് എപ്സിലോൺ സീറോയുടെ യൂണിറ്റ്. യൂണിറ്റ് ഓഫ് എപ്സിലോൺ സീറോ ഈസ് കൂളംബ് സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നതാണ്. കെയുടെ വാല്യൂ നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. K is equal to 1/4 pi epsilon 0. എപ്സിലോൺ സീറോയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. 8.854 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് എപ്സിലോൺ സീറോയുടെ വാല്യൂ. 4ന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, പൈയും കോൺസ്റ്റന്റ് ആണ്, വാല്യൂ അറിയാം 3.14. അപ്പോൾ ഈ വാല്യൂ ഇതിനകത്തുനിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ കെയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 1 divided by 4 into 3.14 into 8.854 into 10⁻⁻12. ഇത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 9 into 10⁻9 എന്നാണ്. അപ്പോൾ ഈ വാല്യൂ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കി വെച്ചിരിക്കണം, ബൈഹാർട്ട് ആക്കിയിരിക്കണം. കാരണം പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ 1/4 പൈ എപ്സിലോൺ സീറോയുടെ വാല്യൂ എന്ന് പറയുന്നത് കെയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, 9 into 10⁻9 എന്ന്. അതുകൊണ്ട് ഈ കാൽക്കുലേഷൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ? 1/4 പൈ എപ്സിലോൺ സീറോ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 9 into 10⁻9 എന്നാണെന്ന്. നമ്മൾ കൂളംബ്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി കൂളംബ്സ് ലോയെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ അത് നമ്മൾ എഴുതി കഴിഞ്ഞു. എന്നാലും മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന പേരിൽ കൂടി ഞാനതൊന്ന് പറയാണ്. എക്സാമിന് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ അറിയണം. അതുകൊണ്ട് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കൂളംബ്സ് ലോ എന്ന് ചോദിക്കാറുണ്ട്. അതായത് കൂളംബ്സ് ലോയെ നമ്മൾ സിമ്പിൾ ഉപയോഗിച്ച്, മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ഉപയോഗിച്ച് എങ്ങനെ എഴുതാം. നമ്മളിപ്പം ലാസ്റ്റിൽ എഴുതി കഴിഞ്ഞ ഫോമാണ്
the force is equal to 1 by 4 pi epsilon 0 q1 q2 by r square. ഇവിടെ എപ്സിലോൺ ആയാലും മതി. ഞാൻ എപ്സിലോൺ 0 സ്പെസിഫൈ ചെയ്ത് സാധാരണ ചാർജുകൾ ഇരിക്കുന്നത് എയറിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എയറിൻ്റെ പെർമിറ്റിവിറ്റി അങ്ങ് എടുത്തുന്നേ ഉള്ളൂ. എഫ് ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 q1 q2 by r square. This is the mathematical representation of Coulomb's law. ഈ കൂളംസ് ലോയ്ക്ക് വേറൊരു പേരിലും കൂടെ അറിയപ്പെടും, ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നറിയപ്പെടും. ഇൻവേഴ്സ് സ്ക്വയർ ലോ. എന്താണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അതുകൊണ്ട് ഈ ലോയെ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നും അറിയപ്പെടും. കൂളംസ് ലോ അല്ലെങ്കിൽ കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇനി നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ ഡെഫിനിഷനും കൂടി നോക്കാം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിയും ഇതിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ നിന്ന് എപ്സിലോൺ ആറിനെ എങ്ങനെ എഴുതാം? എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഇപ്പുറത്ത് പോകുന്നു. അപ്പോൾ എപ്സിലോൺ 0. Relative permittivity of a medium is the ratio of permittivity of the medium to the permittivity of free space. ഇതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ ഡെഫിനിഷൻ. ഇനിയും റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് വേറൊരു ഡെഫിനേഷനും കൂടെ നമ്മൾ മുമ്പേ ഇക്വേഷൻ എഴുതി. അത് പ്രകാരം പറയാം, എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഇൻ എ മീഡിയം എന്ന് വെച്ചാലും നമുക്ക് ഈ റേഷ്യോ ഉപയോഗിച്ച് നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ് ഇൻ എയർ ആൻഡ് ദാറ്റ് ഇൻ എ മീഡിയം. ഇങ്ങനെയും നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കണം. ഇനി നമുക്ക് കൂളം എന്ന് പറയുന്ന യൂണിറ്റ് ഓഫ് ചാർജിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ 1 കൂളം. 1 കൂളം എന്ന് വെച്ചാൽ എത്രയാണ്? 1 കൂളം. നമ്മൾ ഈ രണ്ട് പോയിന്റ് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് 1 കൂളം എന്ന് എടുക്കുക. Q1 1 കൂളം ആകുക, അതായത് +1 കൂളം. Q2 എന്ന് പറയുന്നത് അത് തന്നെ എടുക്കുക, +1 കൂളം തന്നെ. ഇവയ്ക്കിടയിലുള്ള അകലം എന്ന് പറയുന്നത് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു ചാർജസ് Q1 ആൻഡ് Q2 ഈസ് 1 മീറ്റർ എന്ന് എടുക്കുക. If Q1 is 1 coulomb and Q2 is again 1 coulomb and R is 1 meter, then what will be the value of F? F is equal to 1 by 4 pi epsilon 0 is 9 into 10 raised to 9 into Q1. Q1 in the value 1 coulomb into Q2 in the value 1 coulomb divided by R square എന്ന് പറയുമ്പോൾ 1 square, that is 1 into 1 by 1 square is 1, that is equal to 9 into 10 raised to 9. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. അതായത് 1 കൂളംബ് എന്ന് പറയുന്നത് ഒരു ചാർജാണ്. അത് അതേപോലെയുള്ള ഒരു ചാർജ് മാഗ്നിറ്റ്യൂഡിലും സൈനിലും എല്ലാം ഈക്വൽ ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു ചാർജിൽ നിന്നും എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ വെച്ചിരിക്കുന്ന ഒരു ചാർജാണ്. ചാർജിൽ നിന്നും എത്രയാണ്? 1 മീറ്റർ അകലത്തിലിരുന്നാൽ ആ ചാർജിൽ 9 into 10 raised to 9 മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഫോഴ്സ്, ഒരു റിപ്പൾസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ചാർജിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 കൂളംബ് ആയിരിക്കും. അതായത് 1 കൂളംബ് ഈസ് ദാറ്റ് ഫോഴ്സ് വിച്ച് വെൻ പ്ലേസ്ഡ് ഇൻ എയർ ഓർ ഫ്രീ സ്പേസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 meter from an equal and similar charge
experience a repulsive force of 9 into 10 raised to 9 Newton. An electrostatic force of repulsion. Experience an electrostatic force of repulsion of 9 into 10 raised to 9 Newton. അപ്പോൾ 1 കൂളം ഡിഫൈൻ ചോദിച്ചാൽ നമുക്ക് ഡെഫിനിഷൻ എങ്ങനെ പറയാം? ഒന്നുകൂടെ ശ്രദ്ധിക്കാം. 1 കൂളം ഈസ് ദാറ്റ് ചാർജ് which when placed in air or free space or vacuum at a distance of 1 meter from an equal and similar charge will experience an electrostatic force of repulsion of magnitude 9 into 10 raised to 9 Newton. Okay.